നിന്നോട്ടെ അത് എല്ലാവരും അത് വീഡിയോ എല്ലാരും ചിരിക്കും. ചുമ്മാ ഇങ്ങനെ ഇതും പിടിച്ചിരിക്കുന്നു, മസിൽ പിടിച്ചിരിക്കുന്നു. ആ റീന മാത്രമേ ചിരിക്കുന്നുള്ളൂ. ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇഞ്ചി. ഓക്കെ, ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്നത് ബാബു. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മള് പറഞ്ഞ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. 10:40 നമുക്ക് നമ്മുടെ പരിപാടി ആരംഭിക്കാം. ഇനി വരുന്നവര് വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും മുന്നോട്ട് വന്നിരിക്കും, ആരും പുറകെ സീറ്റ് പോകാതെ. ഈ 10ാം ക്ലാസ് അല്ല, ബ്രേക്ക് വെച്ച് പോയിരിക്കും. പക്ഷേ എല്ലാവരും മുന്നോട്ട് വന്നിരിക്കുക. എക്സാം വയനാട് നിന്ന് തലപ്പുഴ, സിസ്റ്റർ വയനാട് തന്നെയാണ്, എറണാകുളം, ആലുവ, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ദൂര സ്ഥലങ്ങളിൽ കൂടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരിക്കും എൻ്റെ പേരും നമ്മുടെ SSC 78 എന്ന ആ ഗ്രൂപ്പിൻ്റെയും പേരിലും ആദ്യമായ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഔദ്യോഗിക ചടങ്ങുകളൊന്നുമില്ല. അടുത്തായിട്ട് നമ്മുടെ അനുശോചനമാണ്. അത് ഗണേഷ് ബാബു അനുശോചന ചടങ്ങ് അവതരിപ്പിക്കും. അതിനുശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് അവിടെ പേര് വാങ്ങുന്ന ക്ലിക്ക് ചെയ്യണം. കാരണം ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും പേരും മുഖവും വൈകാട്ടായി. പക്ഷെ എല്ലാവരും അത് ആവില്ല. അപ്പൊ ഒന്ന് എല്ലാവരും വന്ന് ജസ്റ്റ് എൻ്റെ പേര്, ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെയാണ് ഇപ്പോഴത്തെ താമസം, മക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ആ ഒരു 2 സംഭാഷണങ്ങൾ മാത്രം നടത്തുക. പിന്നെ അതിന് നമ്മൾ ഫ്രീ ആയി മിങ്കിളിങ് മാത്രം, എല്ലാവരും സംസാരിക്കുക, അവരുടെ കുടുംബം പറയുക മാത്രം. നമ്മൾ കഴിഞ്ഞ വർഷം, അതായത് 23 മാർച്ച് 5 ചേർന്നതിന് ശേഷം, സംഭവത്തിന് ആയതിനു ശേഷം 2 പേരാണ് നമ്മളെ വിട്ടു പിരിഞ്ഞത്. ഒന്ന് വായനയിലുണ്ടായിട്ടുള്ള ശിവദാസൻ PN, കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തതാണ്. അവര് ഇങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിഞ്ഞ് കിടന്നിറങ്ങിയപ്പോൾ പെട്ടെന്നൊരു നിമിഷം കുടുംബം പോലും അറിയാതെയാണ് കടന്നുപോയത്. അതേപോലെ വേണു C, നിങ്ങൾക്ക് അറിയായിരിക്കും, കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തവർക്കൊക്കെ അറിയായിരിക്കും. കാലിന് ചെറിയൊരു ഇതുണ്ടായിരുന്ന വേണു, ആലച്ചേരികളാണ്. അവരും നമ്മളെ വിട്ടുപിരിഞ്ഞു. ഈ ഒരു 2 വർഷത്തിനുള്ളിൽ 2 പേര് പോയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വൈകുന്നേരവും പറഞ്ഞത്, നമ്മള് എല്ലാവരും 62-63 വയസ്സൊക്കെ ആയവരാണ്, പരമാവധി എല്ലാവരും പങ്കെടുക്കണമെന്ന് പറയാനുണ്ടായിരുന്നൊരു വാക്ക്. ഇതുപോലെ തന്നെ കഴിഞ്ഞ നമ്മൾ സംഗമം ചേർന്നതിൽ അതിനു മുമ്പായിട്ട് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ ഗുൽക്കന്മാർക്കും അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ സഹപാഠികൾക്ക് നമ്മൾ അനുശോചനം അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഈ 2 പേരൊക്കെ വേണ്ടിയിട്ട് അവരുടെ ആത്മാവിന് ആത്മശാന്തി തരുവാൻ വേണ്ടിയിട്ട് എല്ലാവരും 1 മിനിറ്റ് എഴുന്നേറ്റ് എന്ന് പോലെ ആചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പേര്, എവിടെ താമസിക്കുന്നു, നമ്മുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, അല്ലെ മക്കൾ എന്ത് ചെയ്യുന്നു, അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരു അരമണിക്കൂർ സമയം അതിന് വേണ്ടി പോകും. അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് ഇന്നത്തെ ഒരു ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ വീട്ടിലേക്ക് പോകാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാന് 78 സ്കൂൾ ലീഡർ ആയിരുന്നു. എന്നെ തോപ്പിക്കാനുണ്ട്. ആ കേരളത്തിലാണ് എന്നെ ഇപ്പൊ സ്റ്റേജിൽ ഇരുത്തിയത് എനിക്ക് തോന്നുന്നു. അപ്പം എനിക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ അറിയത്തോളെ, കാരണം ഞാൻ 8-9-10 ഗേൾസ് തന്നെയുള്ള ക്ലാസ്സിലായിരുന്നു. പിന്നെ കുറച്ച് വലിയ ഗ്രൂപ്പിലായ പിന്നെ ഒരുവിധം ആൾക്കാരുടെ പേരറിയാം, ഫോട്ടോ കണ്ടു, അങ്ങനെയുള്ളൊരു പരിചയമേ ഉള്ളൂ.
പിന്നെ ഞാൻ അരിപ്പറമ്പിലാണ്, അറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ 85-ലായിരുന്നു കല്യാണം. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കെ ടി തോമസ് എന്നാണ്. അപ്പം പുള്ളിക്കാരൻ മിൽമയിലായിരുന്നു. പിന്നെ മലബാർ റീജിയൻ്റെ MD ആയിട്ട് റിട്ടയറായി. കോഴിക്കോടായിരുന്നു അവസാനം 17 വർഷം ഞങ്ങൾ. റിട്ടയറായി കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ആലുവയിലേക്ക് മാറി. കാരണം അവിടെ ഇസാഫ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കുണ്ട്, അവർക്കൊരു ഡയറി ഉണ്ട്. അതിൻ്റെ MD ആയിട്ട് ഇപ്പം വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ താമസവും ആലുവയിലേക്ക് മാറി. പിന്നെ എനിക്ക് 2 ആൺപിള്ളേരാണ്. ഒരാൾ ഓസ്ട്രേലിയയിലാണ്, മൂത്തവൻ. ഇളയവൻ കാനഡയിലാണ്. അപ്പോൾ 2 പേരും അവിടെ സിറ്റിസണായി. മൂത്തം മാരീഡാണ്, ഇളയവൻ മാരീഡല്ല. അപ്പം ഞങ്ങൾ അവിടെ ഒരു റിട്ടയർമെൻറ്റ് ഹോമിലാണ് താമസിക്കുന്നത് ആലുവയിൽ. അപ്പം ഹസ്ബൻഡ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. അവിടെ തൊട്ടടുത്താണ്, 2-3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഓഫീസ്. അപ്പം സന്തോഷമായിട്ട് ഞങ്ങളങ്ങനെ കഴിയുന്നു. പിന്നെ റെജി, എൻ്റെ കൂടെയുള്ള ബ്രദർ റെജി സുഖമില്ലാതിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പോയി കണ്ടിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു റെജിയോട് ഇന്ന് ഗെറ്റ് ടുഗദറിന് ഞാൻ വന്നതാണൊക്കെ. അപ്പം വയ്യ, കുഴപ്പമില്ല. മാത്യു മാസ്റ്റർ പെങ്ങളാണെന്ന് കൂടി മാത്യു മാസ്റ്റർ പെങ്ങളാണെന്ന് എല്ലാവർക്കും അറിയോ? എല്ലാവർക്കും അറിയാം. ഓക്കെ ഓക്കെ പഠിപ്പിച്ചതല്ലേ, കെമിസ്ട്രി പഠിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ഗെറ്റ് ടുഗദർ ഞാൻ എല്ലാ കാര്യവും ഞാൻ മാത്യു മാഷിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്രാവശ്യം സാറുമാരെ ഒന്നും വിളിച്ചിട്ടില്ല. ഞാൻ അന്ന് വിളിച്ച് ആദരിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ പോകുന്നുണ്ട്, എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരി, എല്ലാവർക്കും നന്ദി. ാണ് ഈ ഗ്രൂപ്പിൽ പങ്കുചേരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിപ്പം ചേച്ചി പള്ളി കഴിഞ്ഞപ്പോൾ കണ്ടു പറഞ്ഞ ഗ്രൂപ്പിൽ കൂടിയായിരുന്നു 78 വാക്ചാലയങ്ങളുണ്ട്. ആ ഗ്രൂപ്പിൽ ചേർക്കാമെന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ ചേർത്തു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിലെ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട്. പക്ഷെ ഞാൻ അധികം പ്രതികരിക്കാറില്ല. വല്ലപ്പോഴും ഒരു അടയാളമൊക്കെ പത്രത്തിൽ ഞാൻ വരുന്നുണ്ടെന്ന് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വരുന്നു. അപ്പോൾ അങ്ങനെ കാരണം പഴയ കൂട്ടുകാരെ പിന്നെ കാണാമല്ലോ. ഞാനും ഗേൾസ് മാത്രം ഇവിടെ ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. അതുകൊണ്ട് പിന്നെ ഗേൾസിന് അത്ര പരിചയം പോരാ. പിന്നെ ഇതിനകത്തൂടെ കുറച്ച് പരിചയപ്പെട്ടു. ഇപ്പം വന്ന എല്ലാവരോടും തന്നെ പേരൊക്കെ ചോദിച്ചു, അത്രയൊക്കെ ഉണ്ട്. പക്ഷേ മറവി കൂടുതലായി തുടങ്ങിയ കാലം നമുക്കറിയാം, നമ്മുടെ പ്രായമല്ലേ. അതുകൊണ്ട് പേര് നോക്കാം, പക്ഷെ കണ്ട മുഖം ഓർക്കുന്നവരെ നമുക്ക് ഓർക്കാം, അല്ലെങ്കിൽ ഇതിലൂടെ തന്നെ കാണാം എന്ന് വിചാരിക്കും. എൻ്റെ സ്കൂളിലെ പേര് ട്രീസ ജോസഫ് ആയിരുന്നു. ഇപ്പം ഞാൻ ട്രീസ അമ്മയക്കുന്ന എന്നാണ് അറിയപ്പെടുക. ഞാൻ തിരുക്കടയ സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമാണ്. തൊണ്ടിയിലാണ് ഞാൻ പിന്നെ മടക്കി ചേർന്നത്. അവിടെ നിന്ന് ഉടുപ്പിടിയിലൊക്കെ കഴിഞ്ഞ് ഞാൻ വയനാട്ടിലേക്ക് ഞങ്ങളുടെ കോൺഗ്രേഷൻ പ്രൊവിൻസ് തിരിഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് മാനന്തവാടി രൂപതയിലേക്ക് പോയി. ഇപ്പോൾ ഞാനുള്ളത് കാട്ടിമൂല അവിടെ ഏറ്റുരൂപമുണ്ട് ഞങ്ങൾ. ആ അവിടുത്തെ മന്ദിരത്തിൽ അമ്മമാരെ ശുശ്രൂഷിക്കുകയാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി. ഞാൻ 11 വർഷം നേഴ്സറി ടീച്ചറായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം എനിക്ക് പ്രായമാക്കാൻ ഇളയവരുണ്ട്. അപ്പോൾ അവർ നേഴ്സറിയിലേക്ക് മാറി. ഞാനിപ്പോൾ ഇതാണ് ജോലി ചെയ്യുന്നത്. പിന്നെന്താ പറയണ്ടേ, സുഖമായിട്ട് അങ്ങനെ പോകുന്നു. പേര് വത്സല അല്ലേ? നല്ല കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. പഠിക്കുമ്പോൾ കൊമ്മേരിയായിരുന്നു. പിന്നെ മാഷ കൊണ്ടുപോയത്. ഒരു ടീച്ചറാണെന്നൊരു ആഗ്രഹം നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭർത്താവ് കല്യാണം കഴിക്കാൻ മുന്നേ ട്രെയിനിങ് കോട്ടയം വന്നപ്പോൾ ഭർത്താവിൻ്റെ അമ്മ ഒരാൾക്ക് ജോലി മതി, ഒരാൾ തേങ്ങയും മകയിലും തെർക്കിയിട്ട്. അതുകൊണ്ട് ഇന്നും അങ്ങനെ അതുകൊണ്ട് മോളെ ചെയ്യണം. പക്ഷെ തേങ്ങയില്ലാതോ? ഞാൻ മറക്കാറില്ല, തേങ്ങ ഇഷ്ടം പോലെ. തേങ്ങയും വാങ്ങിയെന്നാണ്. അങ്ങനെ മോള് ടീച്ചറാക്കി. അവളെ കണ്ണൂരെ കൊണ്ടുപോയത്. ഇപ്പോൾ അവളെ ഭർത്താവ് ഡെപ്യൂട്ടി കളക്ടറാണ്. അവള് മൊബൈൽ സ്കൂൾ ടീച്ചറാണ്. പിന്നെ മോൻ ബാംഗ്ലൂര് എഞ്ചിനീയറാണ്. അവൻ്റെ ഭാര്യയും എഞ്ചിനീയർ, ബാംഗ്ലൂരിൽ തന്നെ. മാഷ് ഒരു പൊതുപ്രവർത്തനാണ്, എല്ലാ പരിപാടിക്കും പോകുന്ന. പിന്നെന്താണ് മുകുന്ദ മാഷ്. ഇപ്പം ആയിരത്തിനപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ തൊട്ട് താഴെ നമ്മളെ വീട് വരുന്നത്. തന്നെ പറയാനുള്ളൂ. മക്കളെ കാര്യം മോക്ക് 2 ആൺകുട്ടികളുണ്ട്, മോനും 2 പെൺകുട്ടിയാണ്. ഡോക്ടർ സാറിന്റെ അദൃശ്യ സാന്നിധ്യം എനിക്ക് ഇവിടെ ഒരു വഴിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പൊ അടങ്ങിയിരിക്കാന്നുള്ളതാണ് എന്റെ മെയിൻ പ്രശ്നം. എന്റെ പേര് ലിസി, UP. ഞാൻ താമസിച്ചിരുന്നത് വായ്പിടിയ. ഒരുമാതിരി എന്റെ നേറ്റീവ്സ് ആയിട്ട് കുറെ പേരുണ്ട്, അവർക്കറിയാം. ബാക്കിയെല്ലാം എനിക്ക് അപരിചിതര് തന്നെയാണ്. നമ്മള് സെപ്പറേറ്റ് ക്ലാസ്സിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് ചെറുപുഴ. ഞങ്ങൾ രണ്ടുപേര്, ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഒരു മോളുണ്ട്. അവളെ കല്യാണം കഴിച്ചു വിട്ടു. അവള് ഒരു ഉറുദു അധ്യാപികയാണ്. അപ്പം അവളുടെ ഭർത്താവ് സംസ്കൃത് അധ്യാപകനാണ്. പിന്നെ ഞങ്ങളിങ്ങനെ അത്യാവശ്യം കാർഷിക വൃത്തിയൊക്കെ ആയിട്ട് സുഖമായി സന്തോഷമായി സമാധാനത്തോടെ ഇങ്ങനെ പോകുന്നു. ഏറെക്കുറെ ഇത്രയും വർഷങ്ങള് പോയി. ഇനി ഒരു കുറച്ച് വർഷം കൂടെ നമുക്ക് പോകാമെന്നുള്ളൊരു പ്രത്യാശ. എല്ലാവർക്കും അതല്ലേ ആവശ്യം. ഇത്രയൊക്കെ എന്നെ പറ്റി പറയാമല്ലോ. നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് നിങ്ങളും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പേര് പേര് പിന്നെ 3 മക്കളെ. പേരൊന്നുകൂടി പറ. പുഷ്പജ സ്വന്തം പോലെ. അത് ഞാൻ പറഞ്ഞില്ല, മലയോര വാർത്തയിൽ വരണം. അപ്പൊ പേര് കേൾക്കട്ടെ ഞാൻ പിടിക്കുന്നു. ഓ, 3 മക്കള്, 2 പെൺകുട്ടികളെ ടീച്ചേഴ്സ് തന്നെ, 3 ഗവൺമെന്റ് ഓഫീസറാണ്. എന്റെ പേര് പ്രജിത്ത്. ഞാൻ പുത്തലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉളിക്കൽ വട്ടിയാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മത്തായി റബ്ബോർഡ് റിസർച്ച് സെന്ററിൽ, കോട്ടയം റിസർച്ച് സെന്ററിൽ വർക്കറായിരുന്നു. ശമ്പളം കുറവാന്ന് പറഞ്ഞ് 15 വർഷം ജോലി ചെയ്തിട്ട് റിസൈൻ ചെയ്തു. പിന്നെ മോള് 2 മക്കളാണ്. മൂത്ത പെണ്ണ് ഇളയതാണ്. മൂത്ത മോള് കളിപ്പറമ്പിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഭർത്താവ് പോലീസുകാരനാണ്, കോടതി വർക്കാണ്. മകൻ കുടുംബസമേതം ദുബായിലാണ്. ഇത്രയൊക്കെ ഇതിനായിട്ട് പറയാനുള്ളൂ. ഞാൻ ലീലാക്ഷി പിന്നപ്പാടത്തു നിന്ന് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നു. 1ാം ക്ലാസ് മുതൽ സെന്റ് സേവിയേഴ്സ് സിറ്റി സ്കൂളിൽ പഠിച്ചു. കൊർണേലിയസിൽ 10ാം ക്ലാസ് കഴിഞ്ഞു. പ്രീ ഡിഗ്രി സെന്റ് ജോസഫ് കോളേജ് തൊണ്ടിയിലാണ് പഠിച്ചത്. പിന്നെ ടീച്ചറായിരുന്നു. 2018 റിട്ടയർഡായി. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹസ്ബൻഡ് സഹകരണ വകുപ്പിൽ ഇൻസ്പെക്ടറായിരുന്നു, റിട്ടയർഡായി. 2 മക്കള്, 2 പേരും പുറത്താണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നു. ഇപ്പം ആദ്യത്തേന് എനിക്ക് വരാൻ പറ്റില്ല, കാരണം മക്കളുടെ മക്കളും ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ പാകം വയ്യാതെ കിടക്കുന്നായിരുന്നു. വലിയ ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റില്ല. ഇപ്പം ഇവിടെ നിങ്ങൾ പറയും ആൺകുട്ടികളെ ഒന്നും കണ്ടിട്ട് മനസ്സിലാവും. അന്നത്തെ കാലത്ത് നേരെ നോക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. പെൺകുട്ടി ഞങ്ങളൊക്കെ ഞാൻ മിക്സഡ് ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചത്. പക്ഷെ ആൺകുട്ടികളുടെ നേരെ നോക്കൂലല്ലോ. ഞങ്ങളുടെ അവിടുന്ന് വരുന്ന കുറച്ച് പേരൊക്കെ ഒന്ന് കാണാന്നല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ട് കിടക്കും നേരൊക്കെ നോക്കിയാൽ ഇവര് പറയും തെറ്റുകുട്ടി എന്ന് പറയും, നമ്മൾ പറയും തെറ്റുകുട്ടി എന്ന് പറയും. ഇങ്ങനെ ഞാൻ കൂടി അതാ പറയണത്. ആൺകുട്ടിയുടെ അറിവ് പറയുന്നത് വെച്ചാൽ ഞങ്ങളെങ്ങനെ അറിയാൻ പിന്നെ മാറ്റം വന്നു. അതുകൊണ്ട് അങ്ങനെ അപൂർവം ഇതുപോലെ വല്ല പ്രത്യേകത റീനാമത്തിനൊക്കെ അറിയാൻ അവർ ടിൻസായിട്ട് അങ്ങനെയുള്ള ശ്രദ്ധിക്കും. ബ്രിജീറ്റ് പിന്നെ ഓട്ടവും ചാട്ടവും ഉള്ള ആള്, അതുപോലെ പിന്നെ ഒരു ഡാൻസ് കളിക്കണം വാണിജ്യം, അങ്ങനെയുള്ള ചില പ്രത്യേകത. നമ്മളൊന്നും അങ്ങനെ പ്രത്യേകത ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അറിയുമില്ല. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒത്തുകൊള്ളുന്നത് വളരെ നല്ല കാര്യമാണ്. നേരത്തെ ഗണേശ് പറഞ്ഞത് നമ്മൾ ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല. അപ്പൊ ആ ഒരു ആഗ്രഹം എനിക്ക് ഒന്നും കൂടി ഒന്ന് കാണണം. 15 വയസ്സിലൊക്കെ കണ്ടവരിപ്പോ ഒരു 60, 63, 64 എത്തിയവരൊക്കെ ഇരിക്കും. ഇതൊക്കെ ഒന്ന് കാണാനുള്ള വലിയ ആഗ്രഹത്തിലാണ് ഞാൻ എറണാകുളത്തുനിന്ന് വലിയ ആകാംക്ഷയോടെ തന്നെ വന്നതാണ്. പക്ഷെ എല്ലാവരും വരാത്തതുകൊണ്ട് ഒരു സങ്കടം. ആദ്യമൊന്നും ഒന്നില്ല, അതുകൊണ്ട് വന്നപ്പോൾ എല്ലാവരും ഉണ്ടാവും എന്നൊക്കെ ഓർത്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഉള്ളവരെയൊക്കെ കണ്ട് സന്തോഷത്തോടെ ജീവിതം ആസ്വദിച്ച് തന്നെ പോകുക, അതാണ് ഏറ്റവും പ്രധാനം. കൂടുതലുണ്ടോ ഇല്ലയോ അതൊന്നല്ല, നമ്മുടെ ഉള്ള ജീവിതം ആസ്വദിച്ച് പോകുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും നമുക്ക് എല്ലാവർക്കും അല്ല പറഞ്ഞോട്ടെ. ഞാൻ പിന്നെ പുന്നപ്പാലത്താണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് സെക്രട്ടറിയാണ്. എനിക്ക് 2 പിള്ളേരുണ്ട്, ഒരാണും ഒരു പെണ്ണും. അവര് പുറത്താണ്. പിന്നെ ഞാൻ ഹൗസ് വൈഫാണ്. പിന്നെ ഹസ്ബൻഡ് റിട്ടയർഡായി. ഞങ്ങൾ പൊതുവായിട്ട്
പേര് ഹസ്ബൻഡിന്റെ പേര് ഡേവിഡ്. ശരി. പിന്നെ ബാബുക്കേക്കിയുടെ അൻസലയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ സുഗത കുമാരി. ഞാന് നിങ്ങളെല്ലാം വിട്ടുപോയിട്ട് ഞാൻ MSc ഫിസിക്സ് ആണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ജോലി ചെയ്ത് ബോംബെയിലായിരുന്നു, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോട്ടൺ ടെക്നോളജി. പിന്നെ ട്രാൻസ്ഫർ വാങ്ങിച്ച് കാസർഗോഡ് CPCREയിലേക്ക് വന്നു. അത് ഏകദേശം 1993 തൊട്ട് ഞാൻ കാസർഗോഡ് ഉണ്ട്. ഞാൻ മാരി ചെയ്തിരിക്കുന്നത് ശ്രീകണ്ഠാപുരത്ത് നിന്നാണ്, പത്മനാഭൻ എന്നാണ് പേര്. അവര് ജില്ലാ പഞ്ചായത്തില് സൂപ്രണ്ടായി റിട്ടയറായി. എനിക്ക് ഒരു മോളാണുള്ളത്. മോളുടെ പേര് സ്വാതി. സ്വാതി ഇംഗ്ലണ്ടിലാണ്. അവള് മാസ്റ്റേഴ്സ് ഡിസൈൻ പഠിച്ചിട്ട് അവിടെ തന്നെ ജോലിയും പിന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞു. അവിടെ സുഖമായി താമസിക്കുന്നു. പിന്നെ ഞാൻ രാവിലെ കാസർഗോഡ് നിന്ന് 5:45 ഇറങ്ങിയതാണ്. ഹസ്ബൻഡ് മോനുണ്ട്. എനിക്ക് കാനഡയിൽ നോക്കി പുത്തുവാർക്ക് നിർമ്മലയിൽ താമസിക്കും. എന്റെ വീട് മുളകുട്ടി എന്ന സ്ഥലത്തായിരുന്നു. എന്നെ വിവാഹം കഴിക്കുന്നത് ഊഴിഷ്ടം എന്ന സ്ഥലത്താണ്. എനിക്ക് 3 മക്കളുണ്ട്. ഒരു പെണ്ണും 2 ആണുള്ളത്. എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്. എൻ്റെ മക്കൾ 3 പുറത്ത് ജോലി ചെയ്യുന്നു. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് ചെയ്യുന്നു. കുഴപ്പമില്ല. എന്റെ പേര് ശോശാമ്മ. ഞാൻ ഇപ്പൊ കേരളത്താണ് താമസിക്കുന്നത്. ഒരു മോനുണ്ട്, അവൻ ഓസ്ട്രേലിയയില്. മോന് ഭാര്യയും 2 മക്കളും ഉണ്ട്. ഞാൻ മോളിൽ ഞാൻ കുട്ടികളാണ് താമസിക്കുന്നത്. എനിക്ക് ഹസ്ബൻഡുണ്ട്, 2 കുട്ടികളുണ്ട്. കുട്ടികൾ എന്തെടുക്കുന്നു? എന്റെ പേര് രമ. ഞാൻ താഴ്ചയിലാണ് താമസിക്കുന്നത്. എനിക്ക് 3 മക്കൾ, 2 ആണും 1 പെണ്ണും. മോള് ടീച്ചറാണ്, 2 ആൺകുട്ടികൾ ആർമിയാണ്. ഞാൻ പിന്നെ വീട്ടമ്മയാണ്. ഹസ്ബൻഡ് വീട്ടിൽ ജോലി ചെയ്യുന്നു. ഹലോ, എൻ്റെ പേര് ഗൗരി. ഞാൻ കോലം വീട് എൻ്റെ ഒപ്പം താമസിക്കുന്ന കാക്കയങ്ങാടാണ്. എൻ്റെ ഭർത്താവ് തയ്യൽ ജോലി ചെയ്യുന്നു. 4 ആൺമക്കളുണ്ട് എനിക്ക്. ഒരാൾ ആർമിയിൽ, ഒരാൾ ഗൾഫിൽ, 2 നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. സ്വന്തമായ വീട് താമസിക്കുന്നു ഇപ്പോൾ. എന്റെ പേര് വിമല. എനിക്ക് 2 ആൺമക്കൾ. 2 പേരെയും കല്യാണം കഴിഞ്ഞു. ഒരാൾ ജർമ്മനിയിൽ നേഴ്സാണ്. 2 പേര്. ഒരാൾ വീടിന്റെ പണി സിബിന്റെ വീട് പണിയെടുത്ത് എൻ്റെ മോന സിബിന്റെ. എൻ്റെ പേര് ശൈലജ. എൻ്റെ വീട് പുത്തലത്താണ്. ഞാൻ 18ാമത്തെ വയസ്സിൽ അംഗൻവാടി ജോലി നോക്കി 44 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം വിരമിച്ചു. എനിക്ക് ഒരു ഭർത്താവും 2 മക്കളും. ആണും പെണ്ണും 2 കല്യാണം കഴിച്ചിട്ടുള്ളത്. അല്ല, പേര് പറഞ്ഞില്ല. എന്റെ പേര് പറയേ. തിലകരക്തം. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് തിലകരക്തം. പ്രിയ സഹപാഠികളെ, ഞാൻ രതി, രമാരതി ജെൻസിൽപ്പെട്ട ഒരാള്. പിന്നെ കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ വന്നിരുന്നു 2 പേരും. അപ്പൊ ഇതിൽ ഒരുവിധ ആളെല്ലാം കണ്ടു. കുറച്ചുപേരെ കാണാൻ ബാക്കിയിട്ടായതുകൊണ്ടാണ് കാര്യമായിട്ട് വന്നത്. പിന്നെ വന്നിട്ടുണ്ട്, കുറച്ചുപേര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും വലിയ മോഡിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം പുറത്ത് കാണുമ്പോൾ എല്ലാവരും നല്ല മോഡിയിലാണ് കാണുന്നത്. പക്ഷെ എല്ലാവരും ഇത് നെറ്റും രണ്ടും പോട്ടെല്ലാം കുറച്ച് ഇവിടെ ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടായിരുന്നു പ്രായമുള്ളവർ എണീക്കുന്നത്. അതേപോലെ ഒരു ഫംഗ്ഷൻ ഇവിടെ നടത്തണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഒന്ന് തറയിൽ ഇരുന്നിട്ടൊന്ന് എഴുന്നേറ്റ് നോക്കാം. അതൊരു കാര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഞാൻ അഭ്യർത്ഥിക്കാറ്. പിന്നെ ഞാൻ ഒരു LP സ്കൂളിൽ ടീച്ചറായിട്ട് ഒരു 36 വർഷം വർക്ക് ചെയ്തു. പല സ്കൂളുകളിലായിട്ടാണ് ജോലി ചെയ്തത്.
ഇപ്പോൾ ഈ 2020 മാർച്ചിൽ റിട്ടയർ ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് സുരേന്ദ്രൻ മാഷ് തന്നെയായിരുന്നു. അദ്ദേഹം ഒരു 10 വർഷം മുന്നിൽ അതിനേക്കാൾ ഒരു 10 വർഷം മുന്നിൽ റിട്ടയർ ചെയ്ത് ഇപ്പോൾ വീട്ടിലുണ്ട്. എന്നെ സഹായിച്ച് നമ്മൾ രണ്ടുപേരും കൃഷിപ്പണിയിലായിട്ട് അങ്ങനെ പോകുന്നു. 2 ആൺമക്കളാണ്. മൂത്ത മോൻ BSNL ആയിട്ട് വളരെ ജോലി ചെയ്യുന്നു. ഇളയാള് ബാംഗ്ലൂര് വീഡിയോ എഡിറ്ററായിട്ട് ഇപ്പോൾ ഒരു 5-6 മാസം മുതൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ആൺമക്കളുള്ളത്. രണ്ടുപേരും കല്യാണമൊന്നും കഴിച്ചില്ല. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. എന്നാൽ ശരി, ഓക്കെ. രമ, പിന്നെ ഞാൻ തോലമ്പയാണ് താമസം. ഗണേശനെ പഠിച്ച സ്കൂളാണ്, ടീച്ചറായിരുന്നു. 35 വർഷം ജോലി ചെയ്ത്. പിന്നെ മക്കൾ 2 പേര്. പിന്നെ ഗവൺമെൻറ് സർവീസിലായി വർക്ക് ചെയ്യുന്നു. ഭർത്താവ് മരണപ്പെട്ട് 10 കൊല്ലമായി. പറയുന്നില്ല, സുഖമായിട്ട് പോകുന്നു. എനിക്കാദ്യ യാത്ര സ്ഥലത്തും ദൂരമൊക്കെ ഇവളും രജിയും കൂടെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മത്തായി എന്നാണ്. കക്കാട്ട് ആണ് എൻ്റെ വീട്ടുപേര്. എൻ്റെ ഭാര്യ ഗ്രേസി. 2 മക്കളുണ്ട്. 2 കല്യാണം കഴിഞ്ഞതാണ്. 2 പുറത്താണ്. കൃഷിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആദ്യം മുതലേ കൃഷിയായിരുന്നു. പിന്നെ ബിസിനസ്സിൽ വന്നു. എന്നാലും കൂടുതൽ താല്പര്യം എനിക്ക് കൃഷിയോടാണ്. ഇപ്പോഴും ബിസിനസ്സിലേക്കായി എനിക്കിഷ്ടം കൃഷിയാണ്. മാത്രമല്ല, നല്ല കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാം, വിശ്വസിച്ച് കഴിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണമുണ്ട്. പിന്നെ അത്യാവശ്യം ഈ എല്ലാവരും ഈ കുടുംബശ്രീയും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു പോകുന്ന ആൾക്കാരൊക്കെയാണ്. എന്നിട്ടും നമ്മുടെ സഹപാഠികൾക്ക് ഇപ്പോഴും നാണം മാറിയിട്ടില്ല. ഭയങ്കര നാണാണ്. പേര് പറയാൻ പോലും മയക്കുന്നുണ്ടെന്ന് പറയാൻ വേറെയാണ്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇനിയെങ്കിൽ ഉച്ച സമയമുള്ളൂ. ഇനിയെങ്കിൽ എൻ്റെ പേര് ശൂലൻപൂർ. ഞാൻ 87 ശേഷം 1987 ശേഷം ഗൾഫിലായിരുന്നു. 24 വർഷം ഗൾഫിലായിരുന്നു. എൻ്റെ ഭാര്യ സതി ടീച്ചറായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. ഒരു മകൻ IT പ്രൊഫഷണലാണ്. EYയിൽ വർക്ക് ചെയ്യുന്നു. കല്യാണത്തിൻ്റെ കുറേ കാര്യങ്ങൾ പ്രിയമുള്ള സഹപാഠികളെ, എൻ്റെ പേര് രഘുനാഥൻ. വീട് തോലമ്പയാണ്. ഞാൻ ഭാര്യയും 2 മക്കളുമാണ്. 2 പെൺമക്കളാണ്. അവർ 2 പേരെയും കല്യാണം കഴിഞ്ഞു. അവരെ വേറെ താമസിക്കുന്ന 2 പേർക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ പറയണ്ടേ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്രാവശ്യം എണ്ണം കുറഞ്ഞു വരികയാണ്. അതിൽ 2 പേരെ മരണപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരും ജീവനോടെ ഉണ്ട്. എന്നാലും ആൾക്കാർ വരാൻ താല്പര്യം കാണിക്കുന്നില്ല. ഓരോ പ്രശ്നങ്ങളായിരിക്കും. ഇത് പറയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞു പോയി. എന്നാലും 35 വർഷം പോലീസിൽ സർവീസ് ചെയ്തു. SI ആയിട്ട് പേരാണെന്നാണ് റിട്ടയർ ചെയ്തത്. പിന്നെ റീനിനെ എനിക്ക് മുമ്പേ അറിയാം. ജോസഫ് കഴിഞ്ഞ മീറ്റിങ്ങിനൊന്നും വന്നിട്ടില്ലായിരുന്നു. എൻ്റെ വീട് ചാമ്പം തൊട്ടി. അപ്പൊ എന്നോട് ഏതൊക്കെയോ മുഖങ്ങൾ കാണുന്നു. നിന്റെ ഡീറ്റെയിൽസ് പറ. തുടക്കത്തിൽ വന്നിരുന്നെങ്കിൽ എല്ലാവരും മനസ്സിലാവുമായിരുന്നു. ഹസ്ബൻഡ്, മക്കള് കാര്യങ്ങൾ. ഭർത്താവ് KC ജോസഫ്, മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. പിന്നെ 3 മക്കള്, 2 മക്കൾ, ഒരു പെൺകുട്ടി. 3 പേരുടെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി. സ്വയം സംഘർഷമായ ജീവിതം നയിക്കുന്നു. ഫ്രണ്ട്സിനെ കാണാനൊന്നോർത്ത് വന്നു. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ശ്രീകുമാർ ഓസി. ഞാൻ ആർമിയിലായിരുന്നു. 22 വർഷം ആർമിയിൽ സർവീസ് ചെയ്തു. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ജൂലൈ വരെ എൻ്റെ സർവീസ്. നമുക്ക് 63 വയസ്സായിരുന്നു. എനിക്ക് ഭാര്യയും 2 മക്കളാണുള്ളത്. ഒരു മകളും ഒരു മകനും. മകളെ കല്യാണം കഴിച്ചു. ഹസ്ബൻഡ് മർച്ചന്റ് നേവിയാണ്. നമ്മളിപ്പോൾ നമ്മളിന്ന് വിട പറഞ്ഞ 2 പേരുള്ള ശിവദാസിന്റെ മകനാണ് എൻ്റെ മകളുടെ ഭർത്താവ്. മകനിപ്പം BA ഫിനാൻസ് കഴിഞ്ഞ് ഇപ്പം CA ജോയിൻ ചെയ്യാണ്. എൻ്റെ വീട് കണ്ണവാണ്. ഇടയാറ് കണ്ണവാണ്. 2 സെൻട്രലായിട്ട് വരും. മകളെ കെട്ടിച്ചു. ഹസ്ബൻഡ് മർച്ചന്റ് നേവിയാണ്. ശിവദാസിന്റെ മകനാണ് കഴിച്ചത്. ഇപ്പം മോനിപ്പം BBA ഫിനാൻസ് കഴിയുമ്പം CA കയറുകയാണ്. എൻ്റെ പേര് സുകുമാരൻ. കോളയാട്ടാണ് വീട്. ഒരു മോളുണ്ട്. ഭാര്യ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പാർട്ട് ടൈമായിട്ട് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു.
ഒരു 8 വർഷം കൂടി ഉണ്ട്. ഇപ്പോഴും സർവീസ് വർക്ക് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി. വയസ്സുകാലത്ത് ജോലി കിട്ടിയതുകൊണ്ട് ഏറ്റവും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് റിട്ടയർ ചെയ്യുന്ന ഞാനായിരിക്കും. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പിൽ പോകുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇതുപോലത്തെ അവസരങ്ങൾ പാഴാക്കാതെ ഓരോ പരിപാടിക്കും തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം ഇതേപോലെ എല്ലാവരും കൂട്ടണം എന്ന ആഗ്രഹമുണ്ട്. ഈ ആണുങ്ങളെ എല്ലാവരെയും എനിക്കറിയാം, സ്ത്രീകളെ ഇപ്പം കുറേ ആൾക്കാരെ ഓർമ്മയുണ്ട്, പക്ഷെ കുറച്ച് പേരെ ഇപ്പം ഇവിടുന്ന് പരിചയപ്പെടാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരിപാടി നടത്തിയപ്പോൾ നമുക്ക് ഒന്നിനും സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ആദരിക്കൽ അങ്ങനത്തെ ഒരു ചടങ്ങൊന്നും വേണ്ട, നമുക്ക് പരമാവധി എല്ലാവരും തമ്മിൽ സംസാരിക്കുക, പരിചയപ്പെടുക എന്നുള്ള ഇതായിരുന്നു നമ്മൾ തീരുമാനം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അബ്രാഹം വീട്ടിൽ നിന്നാണ് സ്കൂളിൽ. വീട്ടിൽ വിളിക്കുന്ന ജോളി. ഞാൻ വാന്തു പറമ്പിൽ നിന്നാണ് വീട്ടുപേര്. ഇവിടെ ഇതിൽ കുറേ പേര് എനിക്കറിയാം. ഈ പുളിജോളിയിൽ മറ്റേ അർക്കക്കുടി, ശോശാമ്മ, പിന്നെ സുഗത, വിമല. എൻ്റെ ഭാര്യയുടെ പേര് ജെസ്സി. എനിക്ക് 3 മക്കളുണ്ട്. നെടുമ്പത്തല്ല ഞാൻ താമസം. 3 മക്കളിൽ മൂത്തവൻ ഓസ്ട്രേലിയയിലാണ്, രണ്ടാമത്തവൻ ആലുവയില്, മൂന്നാമത്തവൻ കളിപ്പറമ്പിൽ ജോലി. 3 പേരുണ്ട്. സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. സമാധാനമായിട്ട് വീട്ടിലൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാവരും സഹിച്ചു പോകുന്നു. ഒരു ശൈലജ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ രീതിയിൽ നമ്മളെ സുഹൃത്തുക്കളെല്ലാം ഒന്ന് കാണാനുള്ള അധികമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് വേറൊരു ഫംഗ്ഷൻ നടക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അവിടെ പാലുകാച്ചൽ നടന്ന ഉടനെ തന്നെ ഇവിടെയുള്ള പാലുകാച്ചലിനോട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ. കാരണം ഇതെപ്പോഴും കിട്ടുന്ന ഒരു മുഹൂർത്തമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം മുതലെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പെട്ടെന്ന് വന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് സന്നീനെയും കിട്ടി, ശേഖരനെയും കിട്ടി. അങ്ങനെ നമ്മൾ 3 ആളും കൂടി ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തോ കുറച്ച് ആൾക്കാരിങ്ങനെ സൃഷ്ടിച്ചു വരികയാണെന്നൊരു സംശയമുണ്ട്. പിന്നെ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അല്ലേ? പേര് ലക്ഷ്മണൻ PK. എൻ്റെ ശരിക്ക് നാട് ഇരൈകുല്യായിരുന്നു. ഞാൻ വേക്കൽ സ്കൂളിൽ പഠിച്ചതാണ്. വേക്കൽ സ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ കുറേ ആൾക്കാരെ നമ്മൾ എന്താ പറയുക, ചെറിയ ക്ലാസ്സുകളിൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. സുഗത, ട്രീസർ സിസ്റ്റർ, പിന്നെ വിമല, അങ്ങനെ കുറേ ആൾക്കാർ, പിന്നെ അബ്രഹാം, സണ്ണി, സിബി, ഇതെല്ലാം നമ്മൾ വേക്കൽ സ്കൂൾ മുതലേ പഠിച്ചവരാണ്. ഞാൻ 1983 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പോലീസ് സേനയിൽ ചേർന്നു. 35 വർഷം പോലീസ് സേനയിൽ വർക്ക് ചെയ്തു. SI ആയിട്ട് റിട്ടയറായി. ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞാൽ അധികം കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. ഒരു 2 വർഷത്തോളം വയനാട്, പിന്നെ ഒരു 4 വർഷം കോഴിക്കോട് എയർപോർട്ടിൽ ഇമിഗ്രേഷനിൽ വർക്ക് ചെയ്തിരുന്നു. പോലീസ് സേനയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും കിട്ടിയിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തവള് BDS ഡെന്റിസ്റ്റാണ്. ഇളയ മകള് റേഡിയോ തെറാപ്പിസ്റ്റായിട്ട് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. ഇതൊക്കെയാണ് എന്നെ പറ്റി പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും വീണ്ടും ഈ എല്ലാ മുഖങ്ങളും ഒന്ന് കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് KP സണ്ണി. വീട് വാരപ്പീടിക, ഈരായിക്കൊല്ലി, മധ്യഭാഗത്തായിട്ട്. ഞാൻ 10th Cയിലാണ് പഠിച്ചത്. പക്ഷേ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ എനിക്ക് ഓർമ്മയില്ല. മിക്സഡ് ക്ലാസ് ആയിരുന്നു. അന്ന് സിസ്റ്ററൊക്കെ ഇവരെല്ലാം പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു. സത്യം നിങ്ങൾക്ക് അറിയാവുള്ളൂ. ഞാൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ 10th കഴിഞ്ഞു. പ്രീ ഡിഗ്രി നിർമ്മലഗിരി കോളേജിൽ പഠിച്ചു. ഡിഗ്രി ഫിസിക്സ് അവിടെ തന്നെയായിരുന്നു. PG ഫിസിക്സ് BH ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് കോളേജിൽ അവിടെ വർക്ക് ചെയ്തു. കുറച്ച് വിദേശത്ത് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. തിരിച്ചിവിടെ വന്ന് കുറച്ച് ഹയർ സെക്കൻഡറിയിൽ ഗസ്റ്റായിട്ടൊക്കെ കുറച്ച് വർക്ക് ചെയ്തു.
ഇപ്പോഴത്തെ പണി റബ്ബർ വെട്ടാണ്. അത് പണിയാണ്. പിന്നെ ചെറിയൊരു പണിയുണ്ട്. ഇപ്പൊ എൻട്രൻസ് കോച്ചിങ് പരിപാടികളൊക്കെ ഉണ്ട്. നീറ്റിന്റെയും KSET-ന്റെയും കീമിന്റെയും IIT-ന്റെയും ക്ലാസ് നടക്കുന്നുണ്ട്. അത്യാവശ്യം ഫിസിക്സിന്റെ ക്ലാസ്സിന് എടുത്ത് ജീവിച്ചു പോകുന്നു. ഇതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്കൊരു ഭാര്യയുണ്ട്. ടാപ്പിംഗ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ടാപ്പിംഗ് വേണം? എനിക്ക് അറിഞ്ഞുകൂടാ. 24 മണിക്കൂർ ഏതായാലും പോരാ. എൻ്റെ ഭാര്യയുടെ പേര് മേരി. 2 മക്കളുണ്ട്. മൂത്തത് മകനാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. നിലവിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് ആറ്റിനോൾ കണക്ടേഴ്സ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. മകള് 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. മകള് ഫാമിലി കഴിഞ്ഞു. ഇപ്പം എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് അവസ്ഥ. ഇപ്പം എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഗണേഷും എല്ലാവരും കൂടെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് വേറെ അറേഞ്ച് ചെയ്യാൻ ഒരാളെ കിട്ടി. അങ്ങനെ ഞാനിവിടെ വന്നു. എല്ലാവരെയും കാണാൻ വളരെ സന്തോഷമുണ്ട്. കൺമുട്ടിയായിരുന്നു. എൻ്റെ പേര് സിബി ജോർജ്. ഞാൻ നെടുമ്പനഞ്ചാലിൽ താമസിച്ചിരുന്നു. ഞാൻ SSC കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ പോളിടെക്നിക് ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സ് മദ്രാസിൽ കഴിഞ്ഞു. പിന്നെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിയിലെടുത്ത് വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചു. പിന്നെ ഡൽഹിയിൽ 5 വർഷം ഒരു കമ്പനി വർക്ക് ചെയ്തു. പിന്നെ സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങി, സയന്റിഫിക് ഇന്റർനാഷണൽ പറഞ്ഞിട്ട്. ഇന്ത്യയിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വേണ്ടിയിട്ട് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ എക്യുപ്മെന്റ്, കിറ്റ് ബോക്സ്, മൊബൈൽ ഇൻവെസ്റ്റിഗേഷൻ കിറ്റൊക്കെ കൊടുക്കുന്ന ഒരു യൂണിറ്റ്. ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എക്യുപ്മെന്റ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അമേരിക്ക, ജർമ്മനി, ഇംഗ്ലണ്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പ്രസ്ഥാനം. 32 വർഷമായി. എനിക്ക് മകനുണ്ട്, മകളുണ്ട്. 2 പേരും മാരീഡാണ്. 2 കൊച്ചുമക്കളുണ്ട്. വൈഫിൻ്റെ പേര് ജാൻസി. പിന്നെ ഇതിലുപരി നിങ്ങളോടൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞത് ബാക്കി പറഞ്ഞു. അതിലും വിറ്റ് പറയാം. പണ്ട് ഒരു ഹർത്താലുള്ള ദിവസം അമ്മ പറഞ്ഞ് പോയി ഗോതമ്പ് പൊടിപ്പിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് 8 കിലോ ഗോതമ്പോ 10 കിലോ ഗോതമ്പോ തലയിൽ വെച്ച് കോളയായിട്ട് നിന്ന് പൊടിപ്പിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോനെ ചൂടല്ലേ? അത് സാരം എടുത്ത് തലയിൽ വെച്ച് ചൂടല്ലേ? ചൂടടിച്ച് തലയിൽ വെച്ചിട്ട് ഒരു വ്യക്തി ആ മുല്ലപ്പാലം വന്നു. അപ്പോഴത്തേക്ക് ഒരു സൈക്കിളായിരുന്നു. നമ്മുടെ ചേട്ടാ ഇതൊന്നും അവിടെ മോനോട് വെച്ചോളാൻ പറഞ്ഞു. അന്ന് അനുഭവിച്ച സന്തോഷവും പിന്നെ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ സന്തോഷം. എൻ്റെ പേര് വിശ്വനാഥൻ B. ആദ്യം പുത്തലത്തായിരുന്നു താമസം, കോളയാട് പുത്തലം. അവിടുന്ന് ഇപ്പം താമസിക്കുന്നത് മട്ടന്നൂർ എയർപോർട്ടിൻ്റെ അടുത്താണ്. പിന്നെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഏകദേശം ഒരു 2.5 വർഷം പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തിരുന്നു കോളയാട്. അതിനുശേഷം ആർമിയിലേക്ക് പോയി. അങ്ങനെ ആർമിയിൽ ഒരു 22 വർഷം സർവീസ് ചെയ്തു. അവിടുന്ന് വന്നതിന് ശേഷം ഒരു 5-8 വർഷം നാട്ടിൽ ജോലി ചെയ്തു, BSNL-ലും പിന്നെ വാട്ടർ അതോറിറ്റിയിലൊക്കെ. അതിനുശേഷം പോലീസിൽ കിട്ടി. അങ്ങനെ ഹോംഗാർഡായിട്ട് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം പിരിയേണ്ടതാണ്. ഈ മാസം ലാസ്റ്റോടുകൂടി പിരിയും. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമാണ്. അപ്പം മകനാണ് മൂത്തത്. മകൻ NTTF ടൂൾ ആൻഡ് ഡൈൻ്റെ കോഴ്സ് കഴിഞ്ഞതാണ്. അപ്പോൾ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്നു. കൊറോണ സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ എയർപോർട്ടിൽ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് സെലക്റ്റായി. അങ്ങനെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, BPCL, ഭാരത് പെട്രോൾ. പിന്നെ അവള് IIT-യിൽ MTech കഴിഞ്ഞു. ഗുവാഹട്ടിയിലാണ്, ആസാമിൽ. അവിടുന്ന് ക്യാമ്പസ് സെലക്ഷനിൽ ഒരു കമ്പനി, ബോംബെയിലുള്ള ഒരു കമ്പനിയിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അവർ ഇൻ്റർവ്യൂ ചെയ്ത് എടുത്തതാണ്. അവിടെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു ജോലി ചെയ്യുന്നു. 2 പേരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. മകൻ്റെ കല്യാണം ഈ മാസം 21-നാണ്. എല്ലാവരെയും ഞാൻ കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. വരാൻ പറ്റുന്നവരെല്ലാവരും വരണം. ചക്കരക്കല്ല് ഗോകുലം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. 21-ാം തീയതി എല്ലാവരും പറ്റുന്നവരെല്ലാവരും പങ്കെടുക്കണം. വളരെ സന്തോഷമായി. നിങ്ങളെല്ലാവരെയും കല്യാണം ക്ഷണിച്ചതിന് നന്ദി. വേറെ വിശേഷമൊന്നും
എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എവിടെ പോയാലും എന്നെ ആൾക്കാർ മനസ്സിലാവും. ഒരു വട്ടം പോയാൽ മതി. എൻ്റെ പേര് പ്രസന്നൻ. 45 കൊല്ലം ബോംബെയിലായിരുന്നു. ബോംബെ വെച്ചൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായി. അവളെ കല്യാണം കഴിച്ചു. 5 കൊല്ലം സ്നേഹിച്ചു. അപ്പം നേഴ്സായിരുന്നു. ഞങ്ങൾ സെയിം ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ അത് റിട്ടയർമെൻ്റ് ആയി ഞങ്ങളുടെ നാട്ടിൽ സുഖമായിട്ട് കഴിയുന്നു. ഭാര്യ ഇപ്പം പൂനെക്ക് പോയിരിക്കുക. 5 വർഷം സ്നേഹിച്ചിരുന്നു, ഇപ്പൊ സ്നേഹിക്കുന്നില്ലേ? അല്ല, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. സ്നേഹത്തിന് കുറവൊന്നുമില്ല. അപ്പം ഭാര്യ ഗെറ്റ് ടുഗദറിന് പോയിരിക്കുക. അവര് പഠിച്ച നഴ്സിംഗ് കോളേജിൽ. ഇനിയും എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഇനിയും എല്ലാവരെയും ഇങ്ങനെ കാണാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. സന്തോഷമായിട്ട് മക്കളില്ല, അതുകൊണ്ട് സന്തോഷമായി. ഞാൻ KP രാജൻ. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ നേവി ചേർന്നു. 37 വർഷം ഇന്ത്യൻ നേവിയിലായിരുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട്. മകൻ UK കല്യാണം കഴിച്ചിട്ടില്ല. മകൾ കല്യാണം കഴിഞ്ഞു ബാംഗ്ലൂരാണ് താമസം. ആളെ ഭർത്താവ് വോൾവോയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പം അന്നേരത്ത് വായനൂരായിരുന്നു താമസം. ഇപ്പം കാപ്പുമലാണ്, പിണറായി പഞ്ചായത്ത് കാപ്പുമലാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എല്ലാവരെയും ഒന്നിച്ച് കാണാൻ കഴിഞ്ഞു. പഠിച്ചവരെ അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എൻ്റെ പേര് നാരായണൻ എന്നാണ്. ഞാൻ കോളയാട് ഡിപ്പോ ടിമ്പത്തിപ്പോ അതിനടുത്താണ് എൻ്റെ വീട്. അധ്യാപകനായി കുറച്ചു കാലം 83 കുറച്ചു കാലം രതിയുടെ കൂടെ കോളയാട് ഒരു എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് BSc വയനാട്, അതിനു മുമ്പ് കാസർഗോഡ് വർക്ക് ചെയ്തു. ഏകദേശം 33 കൊല്ലം അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. ഭാര്യ ഉമ്മയാണ്. ഒരു എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. 2 മക്കളാണ്. മൂത്ത മകൻ ഫെഡറൽ ബാങ്ക് പേരാവൂർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാണ്. മകള് കോളയാട് സെന്റ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ HSC ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ എന്താ പറയുക, ഏതായാലും കൃഷിയോട് വലിയ താല്പര്യമുണ്ട്. ഇപ്പോഴും കൃഷി ചെയ്തിരിക്കുന്നു. ഒരു 11 മണി വരെ കുറച്ചു നേരം പേര് കൊണ്ട് കുറച്ച് മണ്ണിന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ സന്തോഷമാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ കൃഷി വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നല്ലൊരു മരുന്നാണ്, അത് യാതൊരു സംശയമില്ല. അതിനേക്കാൾ കവിഞ്ഞ മരുന്ന് വേറെ ഇല്ല. നമ്മുടെ ആഹാരമായാലും വ്യായാമമായാലും. വ്യായാമം ഇല്ലാത്തതിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ശാരീരികമായ പ്രയാസങ്ങളൊക്കെ വരുന്നത്. അതിന് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. ഞാനത് ഒരു വിദഗ്ധനൊന്നുമല്ല, എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞതാണ്. പിന്നെ എൻ്റെ സർവീസ് ജീവിതത്തിൽ എനിക്ക് സന്തോഷകരമായ അനുഭവം, ഇപ്പൊ റിട്ടയർ ചെയ്ത് ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് 2 മാസം മുമ്പേ 1-2 കുട്ടികൾ എന്നെ വിളിച്ചു. അപ്പം ഇത് നാരായണ സാറിന്റെ ഫോണല്ലേ അല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. സാർ വയനാട് തലപ്പുഴ വർക്ക് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ 86 അവിടെ വർക്ക് ചെയ്യുന്നു, 86-87 കാലഘട്ടം. അപ്പോൾ അവരെന്നോട് പല കാര്യങ്ങളും സംശയം. സാർ മെലിഞ്ഞ് നിങ്ങളായിട്ടുള്ള ആളല്ലേ? അതെ, ഞാൻ മെലിഞ്ഞാണ്. സാറിന്റെ ക്ലാസ്സൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, നല്ല മലയാളം ക്ലാസ്സൊക്കെയാണ്. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സംശയം, ഞാൻ തന്നെയാണ്. ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അവര് പിന്നെ സംശയം പറഞ്ഞപ്പോൾ ഞാനായിരിക്കില്ല, അത് വേറെ ഏതെങ്കിലും മാഷായിരിക്കും. അപ്പോൾ പിറ്റേ അപ്പം തന്നെ അവരൊരു ഗ്രൂപ്പ് ഫോട്ടോ, ചെറിയ കുട്ടികൾ, അന്ന് ഞാൻ 5ാം ക്ലാസ്സിലാണ് ക്ലാസ് എടുത്തത്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഇരിക്കുന്ന കുട്ടികളെ കൂടെ നടുക്ക് മെലിഞ്ഞ് ഒരു ഇതായിട്ടുള്ള ഒരാൾ, ഒരു വെള്ള ഷർട്ട്, ഞാനന്ന് വെള്ള ഷർട്ടും വെള്ള മുണ്ടുമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് സംശയം തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് തന്നെ ആളെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം എനിക്കൊരു അവാർഡ് കിട്ടിയത് ഇതിലപ്പുറം അവാർഡിനേക്കാൾ വില മതിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ പിന്നെ വേറെ 2-3 കുട്ടികൾ പിന്നീട് വിളിച്ചു. അപ്പൊ ഈ കുട്ടികളൊക്കെ പിന്നെ ഈ എന്നെ ആദ്യം വിളിച്ച കുട്ടി കൊല്ലത്ത് ഒരു സ്കൂളിൽ HSC ആയിട്ട് വർക്ക് ചെയ്യാണ്. ഒരു പെണ്ണും 2 ആൺകുട്ടികളും. വളരെ തളിപ്പറമ്പ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പിന്നെ ഒരാൾ മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യുന്ന, അയാളുടെ ഭാര്യ വർക്ക് തന്നെയാണ്.
ഒരാൾ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനും ഭാര്യയും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. ഭാര്യയുടെ പേര് പ്രഭാവതി. ഞാൻ ഈ സ്കൂളിൽ 15 വർഷമായിട്ട് വോളിബോൾ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസം. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇപ്പം എന്താ പറയുക 2-3 മാരേജ്, ഒരു വീട്ടിൽ കൂടെ ഇതൊക്കെ വിട്ടിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. കാരണം ഈ ഒരു അവസരം വേഗം ഇനി അടുത്ത കൊല്ലം ഉണ്ടാവും. ആരൊക്കെ ജീവിക്കും, ആരൊക്കെ ഇവിടെ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എല്ലാം വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ദിവാകരൻ, ആലച്ചേരിയാണ് വീട്. എനിക്ക് ഭാര്യയും 2 മക്കളും. മൂത്തയാള് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മാനേജറായിട്ട് ഒരു ബജാജിൻ്റെ കമ്പനിയിൽ. രണ്ടാമത്തെ മധ്യ സ്കൂൾ മാഷാണ്. പിന്നെ ഭാര്യ അവിടുത്തെ ടീച്ചറായിരുന്നു, റിട്ടയർഡായി. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു ബിസിനസ്സായിരുന്നു. ഞാനും പ്രവീണും കൂടി ഒരു റബ്ബർ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോൾ വയസ്സായി, കൊണ്ടുപോകാൻ വിഷമായി, പഠിക്കാനില്ല. അങ്ങനെ അതൊന്ന് നിർത്തിയിട്ട് ഇപ്പം ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഫർണിച്ചർ ഷോപ്പ്, കിടക്ക ഫർണിച്ചറിൻ്റെ ഉള്ളത്. 2 ആഴ്ച മുമ്പേ അത് ഉദ്ഘാടനം ചെയ്ത്. പിന്നെ വേറെ ഒന്നും പറയാനില്ല, ഇങ്ങനെ പോകുന്നു. എല്ലാവരും പിന്നെ നീർവേലി നടക്കാൻ പറ്റുന്ന സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. അതായത് ആ വഴിക്ക് പോകുന്ന വീട്ടിലും എല്ലാവരും വല്ല കിടക്കിയ ആവശ്യമോ ഫർണിച്ചർ ഉണ്ടെങ്കിൽ വിളിക്കാം, വീട്ടിൽ കൊണ്ടുതരും. നല്ല രീതിയിൽ നല്ല അതായത് ഗ്യാരണ്ടിയുടെ സാധനങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. 2000 പേർക്ക് 1,14,000 വരെയുള്ള കിടക്കയുണ്ട്. അതുപോലെ തന്നെ പിന്നെ സീലിംഗിന്റെ റൂഫ്, സീലിംഗ് അല്ല, നമ്മുടെ ഷീറ്റില്ലേ, അതായത് അല്ല വാൾ സീലിംഗ് അല്ല, മറ്റേ റൂഫിന്റെ മേലെ ടീൻ ഷീറ്റ് അതിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ കുന്നു കഴിഞ്ഞാൽ അറിയില്ല, ഒച്ച വെള്ളം വീണ് കഴിഞ്ഞാൽ ഒച്ച, ചൂട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാല് ഓട് വെച്ച പോലെ ഒരു സൗണ്ടും ഇല്ല, പിന്നെ ചൂടില്ല. എൻ്റെ വീട്ടിൽ 5 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നു. പിന്നെ അതിന്റെ മേലെ കൂടി നടന്നു പോവാം. നമുക്ക് ഇത് കമ്പനി പറഞ്ഞ് 200 കിലോ വെയിറ്റ് എടുത്തിട്ട് നടന്നു പോവാം, പൊട്ടത്തില്ല. ഇങ്ങനെ എൻ്റെ പേര് ചന്ദ്രൻ, മേനച്ചോടിയാണ് താമസം. കോളയാട് കേരള ഗ്രാമീൺ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഭാര്യയും 2 കുട്ടികളും. മകൻ ബാങ്ക് ഓഫ് ബറോഡയുടെ മാനേജറായിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. മകൾ പഠിക്കുന്നതാണ്. സാവിത്രി ആശാ വർക്കറാണ്. നമസ്കാരം, എൻ്റെ പേര് മാത്യു. ഞാൻ മേനച്ചോടിയാണ് താമസം. കൃഷിയാണ് അന്ന് മുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും കൃഷി കാര്യങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് 2 മക്കളാണ്, ആൺമക്കൾ. മൂത്തത് എൻ്റെ കൂട്ടത്തിലുണ്ട്, രണ്ടാമത്തെ UK-യിലാണ്. ഭാര്യയുടെ പേര് സെലിൻ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. നേത്തിയോട് പ്രത്യേകം നന്ദി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്താണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രവീന്ദ്രൻ ആയിരത്തി തോലപ്രയാണ് താമസം. എനിക്ക് ഭാര്യ 3 മക്കളുമുണ്ട്. ഭാര്യയുടെ പേര് ശശികല, മക്കൾ രതീഷ്, രമേശ, രമി. മൂത്ത മകൻ കൺസ്ട്രക്ഷൻ വർക്ക്, അതായത് വാർപ്പിൻ്റെ പണിയാണ്. രണ്ടാമത്തെ മകളാണ് അംഗൻവാടി ടീച്ചറായിട്ട് ജില്ലയ്ക്ക് പെരിങ്ങാലത്താണ് പഠിക്കുന്നത്. ഇളയ മകൻ ആർമിയിലാണ്. 3 ആളെ കല്യാണം കഴിഞ്ഞ്. മൂത്ത മകന് ഒരു മോനുണ്ട്, മകൾക്ക് 2 മക്കളുണ്ട്. ഇളയ മകൻ മിലിറ്ററിക്കാരന് 1.5 വയസ്സുള്ള 3 മക്കൾ. സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഞാൻ 21 വർഷം ആർമിയിലായിരുന്നു. 2003 റിട്ടയർഡായിട്ട് വന്നു. വന്നതിന് ശേഷം കാർഷികപരമായിട്ട് റബ്ബർ ടാപ്പിങ്ങും കശുവണ്ടിയൊക്കെ ഉണ്ട്. അതുമായിട്ട് അങ്ങനെ ഇപ്പോഴും റബ്ബർ ടാപ്പിങ്ങുമായിട്ട് പോകുന്നു. സുഖമായിട്ട് ജീവിക്കുന്നു. അതുപോലെ എല്ലാവർക്കും നമസ്കാരം. അതൊക്കെ പറയാൻ പേര് ദിനേശൻ.
ഭാര്യ 2 മക്കൾ, 2 പെൺകുട്ടികളാണ്. ഒരാൾ BSNL വർക്ക് ചെയ്യുന്നു, ഒരാൾ B.Ed പഠിക്കുന്നുണ്ട്. ഭാര്യ ശ്രീല. തോലമ്പുഴ കച്ചവടം ബിസിനസ്സാണ്. നമസ്കാരം, എൻ്റെ പേര് മാത്യു വടക്കേരി. ഞാൻ കൊട്ടിയിലായിരുന്നു താമസം, ഇപ്പം പുത്തനത്തേക്ക് താമസം മാറി. പിന്നെ ഭാര്യയും 2 പെൺമക്കളുമാണ്. മൂത്ത കുട്ടി എഞ്ചിനീയറാണ്, ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു, ആക്സിഡൻ്റ് കമ്പനി. രണ്ടാമത്തെ OIT പഠിപ്പിക്കുന്നു, ഇരിട്ടി. ഭാര്യയുടെ പേര് ശ്രേഷ്യാമ്മ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രൻ. തോലമ്പ്ര ആണ് എൻ്റെ തറവാട്. താമസം 18 വർഷം ആർമിയിലായിരുന്നു. അതിനുശേഷം റിട്ടയർഡ് വന്നിട്ട് ഇപ്പോൾ പോലീസിൻ്റെ കൂടെ സർവീസ് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 14 റിട്ടയർമെൻറ്റാണ്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 15 റിട്ടയർഡാണ്. ഭാര്യയും ഒരു മകള് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ വർക്ക് ചെയ്യുന്നു. 2 വർഷം കഴിഞ്ഞു. കല്യാണവും ഡിസംബറിൽ നടക്കും. റിനേഴ്സ് നടത്തി വെച്ചിട്ടുണ്ട്. ഭയങ്കര വിശേഷമാണ്, വേറെ വിശേഷമാണ്. അല്ല കേട്ടോ, അത് പറ്റില്ല. അല്ല എന്നാ ഓണാക്ക്. വീട്ടില് അമ്മയും ഭാര്യയും 2 മക്കളുണ്ട്. പിന്നെ ജോലിയൊന്നും കിട്ടിയില്ല. 83 ഡിഗ്രി കഴിഞ്ഞു. ജോലി കിട്ടാത്തോട്ട് അവാർഡൊന്നും കിട്ടിയില്ല. അതങ്ങനെ പോയി. പിന്നെ ഭാഗ്യത്തിന് എൻ്റെ 2 മക്കളും അകത്താണ്. എൻ്റെ ഭാഗ്യത്തിനാണ് 2 മക്കളും അകത്താണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ. കോളയാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു. 2020 റിട്ടയർ ചെയ്തു. ബാബു KV. ഇപ്പോൾ എൻ്റെ 1ാം ക്ലാസ് മുതൽ പഠിച്ചവരെ പലരും ഇതിൻ്റെ അകത്തുണ്ട്. ചിലർക്കൊന്നും എന്നെ അറിയില്ലായിരിക്കാം. പിന്നെ എനിക്ക് ഭാര്യ ഷീജ, 2 മക്കളാണ്. ഒന്ന് മോളും ഒരു മോനും. മോള് നേഴ്സായിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. മോനെ ജോലിയൊന്നും ആയിട്ടില്ല. ചെറിയ വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിലുണ്ട്. ഇപ്പം ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇനി എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ്. എനിക്ക് എൻ്റെ ഭാര്യ ടീച്ചറാണ്. ഞാൻ ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർഡായി. 2 പെൺകുട്ടികളാണ്. മൂത്തവള് കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. അവിടെ MSc M.Ed ആണ്, ഫിസിക്സ്. പക്ഷെ ജോലിയൊന്നും ആയിട്ടില്ല. ഇളയവൾ MA MPhil ആണ്. 2 പേരുടെ കല്യാണം. ഒരാൾ ബത്തേരി, ഒരാൾ ഇവിടെ എടൂര് കരിക്കോട്ടക്കരിയാണ്. പിന്നെ വേറെ കാര്യമായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. റിട്ടയർഡ് ലൈഫ് നമ്മൾ രണ്ടാളും എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. ഇപ്പൊ പേരക്കുട്ടികൾ, മൂത്തവന്റെ പേരക്കുട്ടികൾ 2. എൻ്റെ പേര് കുര്യൻ. ഞാൻ പഠിക്കുമ്പോൾ പുത്തനത്തായിരുന്നു. ഇപ്പം കോളയാട് തന്നെ പള്ളിപ്പാലത്ത് താമസിക്കുന്നു. എൻ്റെ ഭാര്യ കോളയാട് കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അവർ റിട്ടയർഡായി. എനിക്ക് 3 ആൺമക്കളാണ്. മൂത്ത 2 പേര് കല്യാണം കഴിച്ച് എനിക്ക് 3 കൊച്ചുമക്കളുമുണ്ട്. ഇളയ മകനൊരു വൈദികരാണ്. പിന്നെ 2 മക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും എല്ലാവരും വളരെ സന്തോഷമായി കഴിയുന്നു. 2 മകൻ ആഫ്രിക്കയിലാണ്. എൻ്റെ പേര് ശേഖരൻ, തുടിക്കണം. ഞാൻ 10ാം ക്ലാസ് തൊട്ട് പാസ്സായതിനു ശേഷം ടൈപ്പ്റൈറ്റിംഗ് ഷോർട്ട് പഠിച്ചു. അതിന് പാസ്സായി PSC ആയിട്ട് പോയി പൊരുതി നോക്കി. റെയിൽവേ സ്റ്റേഷനുണ്ടായിരുന്നു, ജോലി കിട്ടിയില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും ജോലി കിട്ടുന്നവരെ ഒരു വക്കീൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന രീതിയിൽ കൂത്തുപറമ്പിൽ ഒരു വക്കീൽ ഓഫീസിൽ കറക്റ്റായിട്ട് ചെയ്യാറ്. അപ്പോൾ ഒരു 34 കൊല്ലമായിട്ട് വർക്ക് കിട്ടിയില്ല. ഞാൻ അവിടെ തന്നെയാണ്. പോകാനില്ല. അതെല്ലാം ചെയ്യും. ടൈപ്പ് സെറ്റ് ചെയ്തു. ഞാനിപ്പോൾ പഴയ ടൈപ്പ്റൈറ്റർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈപ്പ്റൈറ്റർ പലരും പറയും കമ്പ്യൂട്ടർ ആക്കണം, അങ്ങനെ ആക്കി. പക്ഷേ ശരിയാണ്, ബുദ്ധിമുട്ടുണ്ട്. പഴയ പോലെ വർക്കുകൾ കിട്ടുന്നില്ല. പല ഭാഗത്തും ഇപ്പം കമ്പ്യൂട്ടറിന്റെ വരവോടുകൂടി എല്ലാവരും സ്വന്തം ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ സെൻട്രലിൽ കൊണ്ടുവന്നിട്ട് ടൈപ്പ് ചെയ്യാന്നുള്ള അങ്ങനെയൊക്കെയാണ് എൻ്റെ പേര് പറഞ്ഞ ശേഖരൻ ടി വി തുടിക്കണം. ഭാര്യ പത്മാവതി, മകൻ ആകാശ് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, 1 വർഷമായി. പിന്നെ പറയുന്ന പ്രത്യേകിച്ച് പറയുന്നത് ഇങ്ങനെ. നമസ്കാരം, എൻ്റെ പേര് പ്രഭാകരൻ എന്നാണ്. ഞാൻ താമസിക്കുന്ന ആലച്ചേരിയിൽ. പിന്നെ ഞാൻ ആർമിയിൽ ഒരു 28 വർഷം സർവീസ് ചെയ്ത് ഒരു 15 വർഷമായി ഞാൻ ഡിസ്ചാർജ് വാങ്ങിയിട്ട് വന്നിട്ട്. അതിനുശേഷം ദിവാരനും ഞാനൊക്കെ ആലച്ചേരിയിൽ റബ്ബർ ബോർഡ് അണ്ടറിൽ ഒരു 10-12 വർഷം ഒരു സൊസൈറ്റി നടത്തി. അപ്പോൾ സൊസൈറ്റി നല്ല നിലയിൽ പോയി. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ പണിക്കാരൊന്നും കിട്ടുന്നില്ല. അതുപോലെ അവിടെ ഞായറാഴ്ച തിങ്കളാഴ്ച എല്ലാ ദിവസവും വർക്കാം. രാവിലെ 8 മണി മുതൽ 5 മണി വരെ വർക്കാകുമ്പോൾ ഹിന്ദിക്കാരും നിൽക്കുന്നില്ല. അവരൊക്കെ സിനിമ കാണാൻ ബജാറിലൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പം അതും വിട്ട് ഇപ്പം നമ്മളെ നാരായണ മാഷ് പറഞ്ഞ പോലെ നല്ല സുഖമുള്ള പണിയാണ്. രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് 4:30 എഴുന്നേൽക്കും, കുറച്ച് നടക്കും, തിരിച്ചു വന്ന് ഒരു ഗ്ലാസ് കാപ്പിയും കുടിച്ച് 9:30, 8:30, 9:30 മണി വരെ എന്തെങ്കിലും ചില്ലറ പണിയെടുക്കും. അതുകൊണ്ട് നല്ല സുഖമായിട്ട് പച്ചക്കറിയൊന്നും വാങ്ങലില്ല, മത്സ്യം മാത്രമേ വാങ്ങൂ. അത് മാത്രമല്ല കുറച്ച് വീട്ടുകാർക്ക് വരുന്ന വഴിക്കൽ കൊടുക്കുകയും ചെയ്യും. ആ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ വെയിലാകുമ്പോൾ ചെയ്യില്ല. പിന്നെ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം നനക്കുക. രമ പറഞ്ഞ പോലെ ഒരു ഭർത്താവില്ല, ഇവ പറഞ്ഞ പോലെ 2 ഭർത്താവിൽ ഒരു ഭാര്യയൊന്നുമില്ല, ഒരു ഭാര്യയേ ഉള്ളൂ. 2 ആൺമക്കളാണ്. രണ്ടാളും ഒരാള് പിന്നെ ഫാർമസിയിൽ PG ചെയ്തിട്ട് 2 വർഷം ഈ പേരാവൂർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവിടെ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഖത്തറിലാണുള്ളത്. മറ്റവൻ എന്നെ പോലെ ആർമിയിലായിരുന്നു ഇഷ്ടം. അത് കുറച്ച് ലേറ്റായി. അവൻ BSc ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അപ്പം ലേറ്റായി. പിന്നെ എല്ലാം കൂടി ഈ 25-ാം തീയതി ജോയിൻ ചെയ്യാൻ ലെറ്റർ വന്നിട്ടുണ്ട്. ആകെ ചിന്തകളൊന്നും ഇനിയില്ല. ഒരു പാർട്ടി ഉണ്ടല്ലോ, അത് തരാം. പിന്നെ പിന്നീടെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ 12 കാലായി. 9 മണിക്ക് ഇവിടെ എത്തിയാൽ ആർക്കും മനസ്സിലായ സമയം പോയത് ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുപോലെ ഞാൻ കഴിഞ്ഞ വർഷം മെയിൽ എൻ്റെ യൂണിറ്റ് ലേയിലായിരുന്നു. ലേയിൽ 2 വർഷം കഴിഞ്ഞ് കുറച്ച് ടഫായ സർവീസ് അല്ലേ ഓടിക്കടന്നെത്തിയ ടീച്ചറിന്റെ 2 വാക്ക് കേൾക്കാൻ ഞാൻ. നമസ്കാരം, എല്ലാവരെയും കണ്ട സന്തോഷമാണ്. സന്തോഷം കൊണ്ട് നിങ്ങളെ കൊണ്ട് ഏതായാലും ഓയെന്നുള്ളത് ഓടി നടക്കണമെന്ന് ചില അഭിപ്രായം. ഓടിയാട്ടോ എന്റെ അബ്രാഹം, അതിന്റെ അപ്പന്റെ പേരാ. പിന്നെ എന്താ പറയാ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് നല്ല സുഖം. എന്റെ ഭർത്താവ് ജോയി പേരാവൂർ സ്റ്റേഷനിൽ നിന്നാണ് റിട്ടയർ ആയത്. അതിനു മുമ്പ് 15 വർഷം മിലിറ്ററി സർവീസ് ആയിരുന്നു. പിന്നെ വന്ന് കഴിഞ്ഞിട്ടാണ് പോലീസിൽ കയറിയത്. എനിക്ക് 2 മക്കളാണ്, അജയ്, ആര്യ. അജയും ഭാര്യയും ഓസ്ട്രേലിയയിലാണ്. അവർ 2 പിള്ളേരെ നോക്കേണ്ട വലിയ ഭാരിച്ച ചുമതലയുള്ള വ്യക്തിയാണ് ഞാൻ. പിന്നെ എൻ്റെ മോള് ഇവിടെ ഇടുക്കി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭർത്താവ് അവിടെ തന്നെ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അതിന് ഒരു കൊച്ചുണ്ട്. ചില സമയത്ത് അതിനെയും കൂടി എനിക്ക് കൂടെ തരും. അമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞ്. അമ്മയ്ക്ക് പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പം ഇതാണ് പണി. 3 പിള്ളേരെ നോക്കത്തില്ല, അങ്ങോട്ട് നോക്കത്തില്ല, ഇങ്ങോട്ട് നോക്കത്തില്ല. പിടിച്ചു കെട്ടിയ പോലെയാണ് ഓംലേഷനെ വെക്കാം. എന്റെ ജീവിതം. അങ്ങനെയൊക്കെ പോകുന്നത്. ഞാൻ 33 വർഷം ഈ കോളയാട് സെന്റ് സേവിയേഴ്സ് UP സ്കൂളിലാണ്. സെന്റ് സേവിയേഴ്സ് പഠിച്ച കുട്ടികളില്ലേ, അത് കഴിഞ്ഞു ഞാൻ അവിടെ പഠിപ്പിച്ച് ഇങ്ങനെ റിട്ടയറായി. ഇപ്പൊ സ്വസ്ഥമായിട്ട് സമാധാനത്തിൽ ദൈവാനുഗ്രഹത്തിൽ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. നിങ്ങളൊക്കെ ഓർക്കാറുണ്ട്, ഞാൻ ഗ്രൂപ്പൊക്കെ നോക്കാറുണ്ട്. ചിലപ്പോഴേ ഒന്ന് ഓടിച്ച് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഇടാനുള്ള സമയം കിട്ടുകയുള്ളൂ. അടുക്കളപ്പണിയും പിള്ളേർക്കൊന്നും ഭയങ്കര പണിയൊന്നും. അതുകൊണ്ട് നിർത്തട്ടെ. ഇത്രയുള്ള എന്റെ വിശേഷം പറഞ്ഞേക്കാം. എന്റെ പേര് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്റെ പേര് ഗണേഷ് ബാബു, തോലമ്പയിലാണ് താമസം. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. 20 വർഷം കഴിഞ്ഞ് 2002 നാട്ടിലേക്ക് തിരിച്ചെത്തി. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം ഫയർ ആൻഡ് സേഫ്റ്റി പഠിപ്പിക്കാൻ വേണ്ടി കണ്ണൂര് പോയി. NIFE ഫയർ ആൻഡ് സേഫ്റ്റി പഠിപ്പിച്ചു. അതിൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തു. പിന്നീട് തോട്ടട ITIയിൽ ഒരു 10 വർഷം ഇൻസ്ട്രക്ടർ ആയിട്ട് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇപ്പോഴും കൃഷിയാണ്, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഭാര്യയും
ഭാര്യയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ടീച്ചർ പറയും. അതുകൊണ്ട് അതിൽ തന്നെ അത് പറഞ്ഞിട്ടേ തുടങ്ങുന്നുള്ളൂ. ഭാര്യ രജനി, 2 മക്കളുണ്ട്, ഒരാണ്, 2ാമത്തെ പെണ്ണ്. മകന്റെ കല്യാണം കഴിഞ്ഞു. മകന് ഒറേക്കൽ വർക്ക് ചെയ്യുന്നു. മകന്റെ ഭാര്യ മൈക്രോസോഫ്റ്റില്, മകള് എക്സഞ്ചറില്, എല്ലാവരും ബാംഗ്ലൂരിലാണ്. അപ്പം ഞാനും ഭാര്യയും മാത്രമാണ് ഇപ്പോഴും തോന്നുന്നത് താമസം. ഭാര്യ എഴുത്തുകാരിയും സംവിധായിക, അതുകൂടി പറ. എഴുത്തുകാരിയാണ്, പിന്നെ കുറച്ച് അതായത് ഒരു ഫിലിമൊക്കെ, ഷോർട്ട് ഫിലിമൊക്കെ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് 10-20 അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ഉണ്ട്. അവരെ ആദരിക്കാനാണ് നമ്മൾ നോക്കിയിരുന്നത്. പക്ഷെ ആദരിക്കണം എന്നൊക്കെ ഒരു പ്രൊപ്പോസൽ വന്നു. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിൽ പലർക്കും ഇങ്ങനെയുള്ള ഒന്നുമില്ല മക്കളോ അല്ലെങ്കിൽ പലരും ഉണ്ട്. നമ്മള് ലാസ്റ്റ് മൊമെന്റ് പിന്നെ അവരൊന്നും വിളിക്കാതെ ഒരാൾ മാത്രം വിളിച്ചിട്ട് അങ്ങനെ വേണ്ട എന്നുള്ളൊരു തോന്നൽ വന്നു. അതുകൊണ്ടാണ്. അല്ലാതെ രതി പറഞ്ഞതുപോലെ അതായത് ഭർത്താക്കന്മാര് ഭാര്യ കൊടുക്കുന്നില്ലാത്തതൊന്നുമല്ല. കാരണം എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നുണ്ട്. എവിടേക്കും പോകാൻ ഇപ്പോഴും തിരുവനന്തപുരത്തോ അവിടെ ഇവിടെ പോകുന്നതിന് ഒന്നിച്ചു പോകുന്നു. അല്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടോ എന്തെങ്കിലും അങ്ങനെ അവിടെ ഇടമേണമോ ഒക്കെ ഉണ്ടാവും. അവരൊക്കെ പറഞ്ഞേക്കാറുണ്ട്. ഇന്ന് എന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കാറ് കൊടുത്തിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് സ്കൂട്ടിയിലെടുത്ത് വരുന്നത്. അതുകൊണ്ട് സഹകരിക്കാത്തതുകൊണ്ടല്ല, ആ രീതിയുടെ വാക്കിനെ ഞാൻ അങ്ങോട്ട് വെട്ടി മാറ്റി. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഓർമ്മിക്കാൻ ഞാനാണ് ഗണേഷ് ബാബു. ഓക്കെ, വിളിച്ചിട്ടുണ്ടാവും തോന്നുന്നു. കുറെ പേരുകളൊക്കെ നമ്പർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജനക്ക് അതെടുത്തോളാം. എല്ലാവർക്കും ഒരു കോപ്പ് വേണേ കേട്ടോ. കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല.